സ്വാഗതം ഇൻസൈറ്റിലേക്ക്. നമ്മളിന്ന് സംസാരിക്കുന്നത് സംസ്ഥാനം കേരള സർക്കാർ ഒരു ഫിനാൻഷ്യൽ കോൺക്ലേവ്, ധനകാര്യമന്ത്രിമാരുടെ ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഇക്കാര്യം പറയുകയുണ്ടായി. സെപ്റ്റംബർ 12 ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. അതിൽ പഞ്ചാബ്, കർണാടക, തെലങ്കാന, തമിഴ്നാട്, പിന്നെ കേരളം, അങ്ങനെ 5 സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. ഈ 5 സംസ്ഥാനങ്ങളെടുക്കുമ്പോൾ കേന്ദ്രത്തിൽ ഭരിക്കുന്ന ബി ജെ പി കേന്ദ്രത്തിൽ ഭരിക്കുകയും ഭൂരിഭാഗം സംസ്ഥാനങ്ങൾ അവർ ഭരിക്കുകയും ചെയ്യുമ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരോ സംസ്ഥാന സർക്കാർ ചുമതലപ്പെടുത്തുന്നു. ഇപ്പോൾ കർണാടകത്തിൽ നിന്ന് റവന്യൂ മന്ത്രിയാണ് പങ്കെടുക്കുന്നത്, ധനകാര്യമന്ത്രിയല്ല. സംസ്ഥാനം ചുമതലപ്പെടുത്തിയത് റവന്യൂ മന്ത്രിയാണ്. അങ്ങനെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ധനകാര്യമന്ത്രിമാരും സെക്രട്ടറിമാരും ഒക്കെയാണ് ഈ കോൺക്ലേവിൽ പങ്കെടുക്കുന്നത്. ഈ കഴിഞ്ഞ 16-ാം ധനകാര്യ കമ്മീഷൻ്റെ നടപടിക്രമങ്ങൾ തുടങ്ങിയിരിക്കുന്നു കേന്ദ്ര സർക്കാർ. ആ ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങളുമായിട്ട് ആശയവിനിമയം നടത്താൻ ആരംഭിച്ചിരിക്കുന്നു. ആ പശ്ചാത്തലത്തിലാണ് ഈ കോൺക്ലേവ് സംഘടിപ്പിക്കുന്നത്. 15-ാം ധനകാര്യ കമ്മീഷൻ്റെ കാര്യത്തിൽ തന്നെ കേരളം, തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് വലിയ അതൃപ്തിയോ അസംതൃപ്തിയോ അല്ലെങ്കിൽ പ്രതിഷേധമോ ഒക്കെ ഉണ്ടായിരുന്നു. ഈ 15-ാം ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്ന് നൽകേണ്ട സാമ്പത്തിക വിഹിതം നിശ്ചയിച്ച രീതിയെക്കുറിച്ചായിരുന്നു വിമർശനം. കേരളത്തിനും തമിഴ്നാടിനും ഒക്കെ വലിയ നഷ്ടം അക്കാര്യത്തിലുണ്ടായിരുന്നു. വിവിധ മേഖലകളിൽ, അതായത് വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ കൂടുതൽ മുന്നേറി എന്നുള്ളത് കണക്കാക്കിക്കൊണ്ട് വിഹിതം കുറയ്ക്കുന്ന സമീപനമാണ് 15-ാം ധനകാര്യ കമ്മീഷൻ സ്വീകരിച്ചത്. ആ രംഗത്ത് പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വിഹിതം കൊടുക്കുക എന്നുള്ളതായിരുന്നു അവരുടെ കാഴ്ചപ്പാട്. 16-ാം ധനകാര്യ കമ്മീഷൻ എന്താണ് സംഭവിക്കുക, എന്തായിരിക്കും ശുപാർശ കൊടുക്കുക, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെയുള്ള ആശങ്കകളുണ്ട്. പ്രത്യേകിച്ച് ഒരു സാമ്പത്തിക ഫെഡറലിസം അല്ലെങ്കിൽ ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സഹായം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറാകാത്തൊരു സാഹചര്യമുണ്ട് എന്ന വിമർശനം കൂടി നിൽക്കുമ്പോഴാണ് ഈ കോൺക്ലേവ് നടക്കുന്നത്. നമുക്കൊപ്പം ഉള്ളത് ധനകാര്യ വിദഗ്ധനും അധ്യാപകനുമായ അനിൽ വർമ്മയാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഈ ഇപ്പോൾ 16-ാം ധനകാര്യ കമ്മീഷൻ കോൺസ്റ്റിറ്റ്യൂട്ട് എന്താണ് സത്യം പറഞ്ഞാൽ ഈ ധനകാര്യ കമ്മീഷൻ? നമുക്ക് ആദ്യം അങ്ങനെ പറഞ്ഞു തുടങ്ങാം. ധനകാര്യ കമ്മീഷൻ്റെ റോൾ എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പോൾ 16-ാമത്തെ ധനകാര്യ കമ്മീഷനാണ്. നമ്മളൊരു സാധാരണക്കാരായ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ എന്താണ് ഈ ധനകാര്യ കമ്മീഷൻ്റെ റോൾ? ഇപ്പോൾ ഇന്ത്യ പോലെയുള്ള ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനങ്ങളും അതിൻ്റെ മുകളിലൊരു കേന്ദ്ര ഭരണവും നിലനിൽക്കുന്നൊരു സാഹചര്യത്തിൽ ഈ രാജ്യത്തുള്ള റിസോഴ്സസ്, വികസനത്തിന് ആവശ്യമായിട്ടുള്ള റിസോഴ്സസ് സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്ത് എല്ലാ ഭാഗത്തും, രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും ഒരു സന്തുലിതമായ രീതിയിലുള്ള വികസനം ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൽ ഭരണഘടന തന്നെ വിഭാവനം ചെയ്യുന്ന ഒരു സംവിധാനമാണ്. നമ്മൾക്ക് വളരെ ലളിതമായിട്ട് അങ്ങനെ പറയാം ഈ ഫൈനാൻസ് കമ്മീഷൻസ് എന്നുള്ളതിനെ. അപ്പം ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കേന്ദ്രം നേരിട്ട് പിരിക്കുന്ന നികുതികളുമുണ്ട്. സംസ്ഥാനങ്ങൾ അവരുടെ തനത് വിഭവ സമാഹരണത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള നികുതികളുമുണ്ട്. അപ്പോൾ കേന്ദ്രം നേരിട്ട് പിരിക്കുന്ന നികുതിയുടെ ഒരു ഭാഗം അത് സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്തു കൊടുക്കും. അപ്പോൾ അത് എന്ത് മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിതരണം നടത്തേണ്ടത് എന്ന് ഓരോ 5 വർഷം കൂടുമ്പോഴും ധനകാര്യ കമ്മീഷൻസാണ് അതിൽ തീരുമാനം എടുക്കാറുള്ളത്. അപ്പോൾ അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ അവർ വയ്ക്കാറുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാനങ്ങൾക്ക് നൽകേണ്ട ഗ്രാൻറ്റുകളുടെ ഒരു ഭാഗവും എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചും എല്ലാം തീരുമാനങ്ങൾ എടുക്കുന്ന കമ്മീഷനുകളാണ്, പ്രസിഡന്റ് അപ്പോയിൻ്റ് ചെയ്യുന്ന കമ്മീഷനുകളാണ് നമ്മൾ ധനകാര്യ കമ്മീഷനുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പോൾ പറഞ്ഞല്ലോ, അതായത് ഒന്ന് നികുതിയാണ്, അത് കേന്ദ്രം നേരിട്ട് പിരിക്കുന്ന നികുതി, അതിലെത്ര സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്ന്, എത്ര പെർസെൻറ്റേജ് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കണം എന്ന് തീരുമാനിക്കുക. അതുപോലെ അതിന് പുറമേയുള്ള ഗ്രാൻറ്റുകളുടെ കാര്യം തീരുമാനിക്കുക. ഇത് ബേസിക്കലി ഇത് എന്തൊക്കെ ഘടകങ്ങളെ മുൻനിർത്തിയാണ് ഈ തീരുമാനങ്ങൾ സാധാരണ നിലയ്ക്ക് എടുക്കാറ്? അത് ഓരോരോ സമയത്തെ കമ്മീഷനുകൾ അതിൻ്റേതായ മാനദണ്ഡങ്ങൾ തീരുമാനിക്കാറുണ്ട്. ജനസംഖ്യ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. ഇപ്പോൾ 15-ാം ഫൈനാൻസ് കമ്മീഷനിൽ ജനസംഖ്യ ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമാണ്. 15% വെയിറ്റേജ് ജനസംഖ്യയ്ക്ക് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഏറ്റവും പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടിയ സംസ്ഥാനവും പിന്നെ സംസ്ഥാനങ്ങളുടെ പ്രതിശീർഷ വരുമാനവും തമ്മിലുള്ള അന്തരം, ഡെവലപ്മെൻറ്റ് ഗ്യാപ്പ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ അന്തരം വളരെ പ്രധാനപ്പെട്ട ഒരു മാനദണ്ഡമായിട്ട് എടുക്കാറുണ്ട്. വനവിസ്തൃതി ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡമായി എടുക്കാറുണ്ട്. പിന്നെ ജനസംഖ്യാ നിയന്ത്രണത്തിൽ സംസ്ഥാനം കൈവരിച്ച പുരോഗതി പ്രധാനപ്പെട്ട മാനദണ്ഡമായിട്ട് എടുക്കാറുണ്ട്. അങ്ങനെയുള്ള മാനദണ്ഡങ്ങൾക്ക് ഓരോന്നിനും വെയിറ്റേജ് കൊടുത്തിട്ട് ആ വെയിറ്റേജിൻ്റെ അടിസ്ഥാനത്തിൽ വിഹിതം നിർണയിച്ച് അത് ധനവിഹിതമായിട്ട് കൺവേർട്ട് ചെയ്തിട്ടാണ് സാധാരണ ധനകാര്യ കമ്മീഷനുകൾ തീരുമാനങ്ങൾ എടുക്കാറ്. ഇപ്പോൾ ഒരു കോൺക്ലേവ് സംസ്ഥാന സർക്കാർ വിളിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇതിനു മുമ്പുള്ള ധനകാര്യ കമ്മീഷനുകളുടെ കാലത്തൊന്നും ഇതുപോലെ സംസ്ഥാനങ്ങൾ വലിയ തോതിൽ എതിർപ്പറിയിക്കുകയോ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ അവരുടെ ആവശ്യങ്ങൾ ധനകാര്യ കമ്മീഷനുമായിട്ട് സംസാരിക്കും. അത് സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്ന മുഴുവനും ധനകാര്യ കമ്മീഷൻ പലപ്പോഴും അംഗീകരിക്കാറില്ല. അത് മുമ്പും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഈ കഴിഞ്ഞ 15ാം ധനകാര്യ കമ്മീഷൻ മുതൽ ഇങ്ങോട്ട് വലിയ എതിർപ്പ് വിവിധ സംസ്ഥാനങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും പ്രോമിനൻ്റ് ആയിട്ട് ഉന്നയിച്ചിരുന്നത് കേരളവും തമിഴ്നാടുമാണ് 15ാം ധനകാര്യ കമ്മീഷൻ വന്നതിന് ശേഷം. ഇത്തരമൊരു സാഹചര്യം എങ്ങനെയാണ് ഉടലെടുക്കുന്നത്? ഈ BJP സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു സംസ്ഥാനങ്ങളോടുള്ള അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരത്തിലേക്കുള്ള കടന്നുകയറ്റം ഉണ്ടായതുകൊണ്ടാണോ ഇത്തരം പ്രതിഷേധങ്ങൾ? അതൊരു കാരണം മാത്രമാണ്. യഥാർത്ഥത്തിൽ നമ്മളുടെ ഫെഡറൽ സംവിധാനത്തിൽ ഈ വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. വെർട്ടിക്കൽ VIA എന്ന് പറഞ്ഞ ഇംബാലൻസ് എന്ന് VFA എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് ബാക്കി പല ഫെഡറൽ സംവിധാനമുള്ള രാജ്യങ്ങളെക്കാൾ കൂടുതൽ ഈ ഒരു ഇംബാലൻസ് സിമെട്രിക് അല്ലാത്ത രീതിയിലുള്ള അസിമെട്രിക് ആയിട്ടുള്ള ഒരു ഫിസ്ക്കൽ വിതരണം നമ്മളുടെ രാജ്യത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പല തലങ്ങൾ, അതായത് ഗവൺമെൻറ്റിൻ്റെ പല തലങ്ങൾ ഉള്ളതുകൊണ്ട് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യമായ സർവീസുകൾ സേവനങ്ങൾ കൊടുക്കാൻ ഏറ്റവും താഴെ കിടയിലുള്ള പിന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് കൂടുതൽ ബാധ്യതയുള്ളതുകൊണ്ട് തന്നെ ഈ മൊത്തം ചിലവിൻ്റെ 60% സംസ്ഥാനങ്ങളാണ് മീറ്റ് ചെയ്യുന്നത്. അതേസമയം വരവിൻ്റെ 30% മാത്രമേ അവർക്ക് ലഭിക്കുന്നുള്ളൂ. ബാക്കി 60-70% കേന്ദ്ര ഗവൺമെൻറ്റാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു തലതിരിഞ്ഞ രീതിയിലുള്ള ഒരു ഫിസ്ക്കൽ സിറ്റുവേഷൻ നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് മെഷർ ചെയ്യാനുള്ള ഫോർമുലയൊക്കെ ഉണ്ട്. അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ തന്നെ ആ വെർട്ടിക്കൽ ഇംബാലൻസ് പരിഹരിക്കണമെങ്കിൽ തന്നെ കേന്ദ്രത്തിന് ലഭിക്കുന്ന മൊത്തം ധനത്തിൻ്റെ 50% സംസ്ഥാനങ്ങളുമായിട്ട് പങ്കുവയ്ക്കേണ്ട ഒരു അങ്ങനെ പങ്കുവെച്ചാൽ മാത്രമേ ഈ വെർട്ടിക്കൽ ഫിസ്ക്കൽ ഇംബാലൻസ് ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അങ്ങനെ അത് പഠനങ്ങൾ RBIയുടെ ഒക്കെ പഠനങ്ങൾ തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആ സാഹചര്യത്തെ പരമാവധി ബൂസ്റ്റ് ചെയ്യുന്ന വിധത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ 2014 തൊട്ടുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ. ഒരൊറ്റ ഉദാഹരണം നോക്കിയാൽ 2015 പ്ലാനിംഗ് കമ്മീഷൻ ഇല്ലാതാക്കി നീതി ആയോഗ് എന്ന് പറഞ്ഞൊരു സംവിധാനം കൊണ്ടുവന്നു. അപ്പോൾ ഈ പ്ലാനിംഗ് കമ്മീഷൻ ഉണ്ടായിരുന്ന സമയത്ത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന പല കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെയും ഗ്രാൻറ്റുകൾ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ഫോർമുല ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ ആ ഫോർമുലയൊന്നുമില്ല. കേന്ദ്ര ഗവൺമെൻറ്റിന് ഫിനാൻസ് മിനിസ്ട്രിക്ക് അവർക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് അവിടെയാണ് ഈ കോൺക്ലേവിൽ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ കൂടിയൊരു കോൺക്ലേവ് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. അപ്പം അവർക്ക് താല്പര്യമുള്ള സംസ്ഥാനങ്ങൾക്ക് ഈ ഗ്രാൻറ്റ് വീതം വെച്ച് കൊടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, മുൻപൊക്കെ ബഡ്ജറ്റിൻ്റെ 30% പ്ലാൻ ഫണ്ടുകളായിരുന്നു. ഇപ്പോൾ അത് മുഴുവനും ഈ രീതിയിൽ വിതരണം ചെയ്യുന്ന അവരുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസരിച്ച് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ ഗ്രാൻറ്റ് ലഭിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം വന്നു. ഉള്ള ഗ്രാൻറ്റുകൾ തന്നെ അവർ 2017 വളരെ വ്യാപകമായിട്ടത് റീസ്ട്രക്ചർ ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഏകദേശം 20ഓളം പദ്ധതികൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഗ്രാൻറ്റ് കേന്ദ്ര ഗവൺമെൻറ് പിൻവലിച്ചു. മറ്റത് 54ഓളം പദ്ധതികളുടെ ഗ്രാൻറ്റ് അവർ റീസ്ട്രക്ചർ ചെയ്തു. പിന്നെ ബാക്കി ചില വളരെ ചുരുങ്ങിയ പദ്ധതികൾ മാത്രം കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കുന്ന രീതിയിൽ ആക്കിയിട്ടുണ്ട്. അതാണ് ഒരു ഭാഗത്ത്.
രണ്ടാമത്തെ ഭാഗത്ത് 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് നമ്മൾക്ക് ഏതാണ്ട് 3.86% പിന്നെ ഡിവിസിബിൾ പൂളിൻ്റെ പങ്കുവയ്ക്കാൻ പറ്റുന്ന നികുതി കൂടയുടെ ഭാഗം നമുക്ക് കിട്ടിയിരുന്നു. പക്ഷേ അത് ഈ മാനദണ്ഡങ്ങളിൽ വരുത്തുന്ന മാറ്റങ്ങൾ വഴി, ഏറ്റവും നല്ല ഉദാഹരണം ജനസംഖ്യയുടെ ഉദാഹരണമാണ്. 1971 ജനസംഖ്യ സെൻസസ് കണക്കാക്കിയാണ് ജനസംഖ്യ എന്ന മാനദണ്ഡത്തിന് വെയിറ്റേജ് നിശ്ചയിച്ച് അതിൻ്റെ വിഹിതം തീരുമാനിച്ചിരുന്നത്. അത് 71 എടുക്കാനൊരു കാരണമുണ്ട്. 71 കുടുംബാസൂത്രണ പദ്ധതികളെല്ലാം ഇന്ത്യയിൽ നടപ്പാക്കുന്നത്. അപ്പോൾ അത് ഊർജ്ജസ്വലമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് വിഹിതം കുറഞ്ഞു പോകരുത് എന്നുള്ള ഒരു താല്പര്യത്തിനാണ് 71 എന്ന ജനസംഖ്യാ മാനദണ്ഡം ഫിക്സ് ചെയ്തത്. എന്നാൽ ഈ ഗവൺമെൻറ് 15ാം ധനകാര്യ കമ്മീഷൻ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അത് പിന്നെ 2011 ജനസംഖ്യ മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ പുനർനിശ്ചയിച്ചു. 2011 എന്ന് പറഞ്ഞാൽ കേരളം നമുക്കറിയാം, കേരളത്തിൽ ഇന്ത്യയുടെ ജനസംഖ്യയിലെ ഏതാണ്ട് 3.8% 71 കേരളത്തിൻ്റെ ജനസംഖ്യയുടെ പെർസെൻറ്റേജ്. എന്നാൽ അത് പിന്നെ 2011 വന്നപ്പം വളരെയധികം കുറയ്ക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമ്മൾ ജനന നിയന്ത്രണവും അങ്ങനെയുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പം കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക് ആ വിഹിതം അതനുസരിച്ച് കുറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് 71 എന്തുകൊണ്ടാണോ 71 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ധനകാര്യ കമ്മീഷനുകൾ മാനദണ്ഡം തീരുമാനിച്ചിരുന്നത്, ഒരു സംസ്ഥാനങ്ങൾക്കും പുറകോട്ട് പോകരുത് എന്നുള്ള രീതി തീരുമാനിച്ചിരുന്നത്, അതിന് നേരെ ഓപ്പോസിറ്റായ വിധത്തിലാണ് ഇപ്പോൾ തീരുമാനിക്കുന്നത്. കാരണം 2011 ആയപ്പോഴേക്കും വലിയ പുരോഗതി ആർജിച്ച സംസ്ഥാനങ്ങൾക്ക് പിന്നെ ഇത് വേണ്ട, റിസോഴ്സസ് കുറച്ച് മതി എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ തീരുമാനിക്കുന്നതിലേക്ക് പോയി. അത് ശരിക്കും പിന്നെ ഒരു ഓൾ ഇന്ത്യ വികസനത്തിൻ്റെ കാര്യം നോക്കുമ്പോൾ ശരിയാണ്. പക്ഷേ എന്നാലും കൂടുതൽ മാനവിക വികസനം ആർജിച്ച സംസ്ഥാനങ്ങളെ പണിഷ് ചെയ്യുന്ന പോലെയുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളുടെയും, അതായത് സ്വതവേ നമ്മളുടെ ഫിസ്ക്കൽ സിസ്റ്റത്തിൽ നിലനിൽക്കുന്ന ഒരു വെർട്ടിക്കൽ ഇംബാലൻസ്, അതൊരു ഭാഗത്ത്, മറുഭാഗത്ത് അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന വിധത്തിൽ കേന്ദ്ര ഗവൺമെൻറ് ഈ ഗ്രാൻറ്റുകളുടെ കാര്യത്തിലും അതുപോലെ തന്നെ ഫൈനാൻസ് കമ്മീഷനുകൾ എടുക്കുന്ന പിന്നെ ഡിസിഷൻസിൻ്റെ കാര്യത്തിലും ഒരു പ്രശ്നം വന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2015 വേറൊരു കാര്യം ഇവർ ചെയ്തത്, ഈ പോസ്റ്റ് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻറ്റുകൾ കൊടുക്കുമായിരുന്നു. അതായത് റവന്യൂ ഡെഫിസിറ്റ് പരിഹരിച്ച് കഴിഞ്ഞിട്ട് ഉള്ള ഗ്രാൻറ്റുകൾ കൊടുക്കുമായിരുന്നു. ആ ഗ്രാൻറ്റുകൾ പാടെ നിർത്തലാക്കാനുള്ളൊരു നടപടിയെടുത്തു. അപ്പം വളരെ ശക്തമായ രീതിയിലൊരു പ്രതിഷേധം ഉയർന്നു വന്നത് ഈ ജനസംഖ്യയുടെ വർഷം 71 നിന്ന് 2011 ആക്കിയ ആ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചതുകൊണ്ട് തൽക്കാലത്തേക്ക് അത് തുടരാം എന്ന് തീരുമാനിച്ചു. പക്ഷേ ഇപ്പോൾ അതും 2023 അതും നിർത്തലായി കഴിഞ്ഞാൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള പ്രകൃതി ദുരന്തങ്ങളെയും അതുപോലെ പിന്നെ കോവിഡ് പോലെയുള്ള മഹാമാരികളെയും മുന്നിൽ നിന്ന് ജനങ്ങളോട് അടുത്തു നിന്ന് നേരിടുന്ന യൂണിറ്റുകൾ എന്ന വിധത്തിൽ സംസ്ഥാന സർക്കാരുകളുടെ പിന്നെ ധനകാര്യ സ്ഥിതി വളരെ മോശമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകും. ഇപ്പോൾ ഇത് പറഞ്ഞല്ലോ, ഇപ്പോൾ ഈ ജനസംഖ്യ ഒരു മാനദണ്ഡമാക്കിയത് അത് ഏത് വിധത്തിലാണ് നമ്മളെ ബാധിച്ചത്? 1971 2011 മാനദണ്ഡമാക്കുമ്പോൾ സംഭവിച്ച കാര്യങ്ങൾ. അതുപോലെ ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാര്യത്തിൽ മറ്റു പല കാര്യങ്ങളും പറഞ്ഞിരുന്നു. അതിപ്പോൾ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കിയ പുരോഗതി, അല്ലെങ്കിൽ ആരോഗ്യ രംഗത്തുണ്ടായ പുരോഗതി, ഇങ്ങനെ മുന്നോട്ട് പോയ സംസ്ഥാനങ്ങൾക്ക് ഗ്രാൻഡ് അല്ലെങ്കിൽ സഹായം കുറയ്ക്കുകയും അതിൽ പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ സഹായം കൊടുക്കുകയും ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡിലേക്ക് 15ാം ധനകാര്യ കമ്മീഷൻ പോയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ധനകാര്യ കമ്മീഷനുകൾക്ക് പോകാൻ സാധിക്കില്ല. കാരണം കൃത്യമായ മാനദണ്ഡങ്ങൾ, 5-6 മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. ഞാൻ പറഞ്ഞ പോലെ ജനസംഖ്യ, അതുപോലെ പിന്നെ വനവിസ്തൃതി തുടങ്ങിയ കാര്യങ്ങളുടെ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിലാണല്ലോ ധനകാര്യ കമ്മീഷൻ അതിൻ്റെ ഡെവല്യൂഷൻ തീരുമാനിക്കുന്നത്. അപ്പം 10ാം ധനകാര്യ ഈ മാനദണ്ഡങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറാണ്. പിന്നെ ഏറ്റവും പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടിയ സംസ്ഥാനവും താഴ്ന്ന സംസ്ഥാനവും തമ്മിലുള്ള അന്തരം തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ അതിൽ നമ്മൾക്ക് വന്നിരിക്കുന്ന ഈ ഡെവല്യൂഷനിൽ വന്ന ഒരു കുറവെന്ന് പറയുന്നത്
3% നമ്മൾക്ക് മുൻപ് 10ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് ഡിവിസിബിൾ പൂളിൻ്റെ 3% ലഭിച്ചിരുന്നുവെങ്കിൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ ഈ വെയിറ്റേജ് ഒക്കെ വെച്ച് എല്ലാം കൂടെ അതിൻ്റെ ഡെവല്യൂഷൻ്റെ ഭാഗങ്ങൾ കൂട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന 1.925% മാത്രമേ ഉള്ളൂ. അതായത് ഡിവിസിബിൾ പൂളിൻ്റെ 1.925% മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ, കേരളത്തിൽ ലഭിക്കുന്നുള്ളൂ. അപ്പം കേരളം പോലെ വലിയ സാമൂഹിക മേഖലയിലുള്ള ഇടപെടലുകളുള്ള സംസ്ഥാനങ്ങൾക്ക് ഏകദേശം ഒരു 2.8% റിസോഴ്സസ് ലഭിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. നമ്മളുടെ മൊത്തം ചെലവിൻ്റെ ഏതാണ്ട് 20% മാത്രമേ തനത് ഇതിൽ നിന്ന് നമുക്ക് ചെലവാക്കാൻ പറ്റുന്നുള്ളൂ. ബാക്കി 80% കേന്ദ്രം തരേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മേഖലയിലൊക്കെ മുന്നേറിയ സംസ്ഥാനങ്ങൾക്ക് വിഹിതം കുറയ്ക്കുകയും പിന്നാക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വിഹിതം കൊടുക്കുകയും ചെയ്യുക എന്ന് പറയുന്നത് വളരെ റീസണബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് പലപ്പോഴും തോന്നും. പ്രത്യേകിച്ച് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുപോലെ വികസിക്കണം എന്ന് ചിന്തിക്കുന്ന ഒരു രീതിയായിട്ട് വേണമെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ അഡ്രസ്സ് ചെയ്യേണ്ടത്? ഒരു ഫിനാൻസ് കമ്മീഷൻ ഒരു തീരുമാനം എടുക്കുമ്പോൾ കുറെ കൂടി ഒരു ഇക്വിറ്റബിൾ ആയിട്ടുള്ളൊരു ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചും ഇപ്പോൾ മുന്നേറ്റം ഉണ്ടാക്കിയ സംസ്ഥാനങ്ങൾക്ക് അവർക്ക് അതിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകാൻ പാകത്തിലും വേണമല്ലോ നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാക്കാൻ. അപ്പോൾ ഇതിലൊരു രാഷ്ട്രീയം ഇതിനകത്ത് അന്തർലീനമായിട്ടുണ്ടോ? ആ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ കൂടെ ഭാഗമായിട്ടാണ്? തീർച്ചയായിട്ടും ഇതിലൊരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംസ്ഥാനങ്ങൾക്ക് ഇത്തരം റിസോഴ്സസ് കൊടുക്കുന്നത്. അപ്പോൾ മുന്നേറ്റം ഉണ്ടാക്കി എന്ന് വിചാരിച്ചിട്ട് ആ മുന്നേറ്റത്തെ സസ്റ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അടുത്തൊരു ലെവലിലേക്ക് ഇപ്പോൾ കേരളം പോലെ സംസ്ഥാനത്തിനുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് ജനറേഷൻ പ്രോബ്ലംസ് ഫേസ് ചെയ്യാൻ പോവുകയാണ്. അതായത് ഇപ്പോൾ ജനസംഖ്യയുടെ കാര്യത്തിൽ ഒരു ഓൾഡർ ജനറേഷൻ കൂടുതലുള്ള ഇപ്പോൾ ജപ്പാൻ്റെയൊക്കെ ഒരു സാമൂഹിക സാഹചര്യം കേരളത്തിൽ വരാൻ പോവുകയാണ്. അപ്പം 2030 കേരളത്തിലെ ജനസംഖ്യയിൽ ഓൾഡർ ജനറേഷൻ്റെ ഏജ് കൂടിയ ആൾക്കാരുടെ ഒരു വലിയ നമ്മുടെ ജനസംഖ്യയിൽ ഉണ്ടാകും അത്രയും ആളുകളുടെ ഒരു ജനറേഷൻ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യാനുള്ള നടപടികളുമായിട്ട് സംസ്ഥാന ഗവൺമെൻറ് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരം പ്രശ്നങ്ങളെ സംസ്ഥാനങ്ങളുടെ ഈ വലിയ സാമൂഹിക പുരോഗതി ആർജിച്ച സംസ്ഥാനങ്ങളുടെ അത്തരം പ്രശ്നങ്ങളെ മനസ്സിലാക്കി അത് തരണം ചെയ്യാൻ ആവശ്യമായ റിസോഴ്സ് മൊബിലൈസേഷൻ അല്ലെങ്കിൽ ഒരു റിസോഴ്സ് ഡെവല്യൂഷൻ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യേണ്ടതാണ്. അത്തരം ഒരു നടപടിക്ക് നിൽക്കാതെ ഇതൊരു ഈഗലിറ്റേറിയൻ പെർസ്പെക്റ്റീവിൽ മാത്രം കാണുന്നതിന് പകരം ആ ഒരു രീതിയിൽ കൂടെ റിസോഴ്സ് ഡെവല്യൂഷൻ നടക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ പറയുമ്പോൾ ഇപ്പോൾ കേരളം ഇങ്ങനൊരു ഇനിഷ്യേറ്റീവ് ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് വന്ന സമയത്തും വന്ന് ഇതുപോലെയുള്ള ചില ശ്രമങ്ങൾ കേരളം നടത്തിയിരുന്നു. മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് യോജിച്ചുകൊണ്ട് ഇതിനെതിരെ പ്രതിഷേധിക്കാനൊക്കെ ശ്രമിച്ചിരുന്നു. ഇപ്പോൾ ഈ ധനകാര്യ കമ്മീഷൻ അവരുടെ നടപടിക്രമങ്ങൾ തുടങ്ങുമ്പോൾ തന്നെ ഇത്ര ഒരു കോൺക്ലേവിലേക്ക് കേരളം പോവുകയാണ്. ഇപ്പോൾ ഇനീഷ്യൽ ഡിസ്കഷൻസ് മാത്രമാണ് ഇപ്പോൾ 16ാം ധനകാര്യ കമ്മീഷൻ തുടങ്ങിയിരിക്കുന്നത്. 1-2 സംസ്ഥാനങ്ങളുമായിട്ട് മാത്രമാണ് ആശയവിനിമയം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ എന്തായിരിക്കും മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും അവരുടെ ഒരു ഡിമാൻഡ് വരിക? അത് കോൺക്ലേവിൽ ഉരുത്തിരിഞ്ഞു വരേണ്ട ഒരാശയമാണ്. പ്രാഥമികമായിട്ട് എനിക്ക് തോന്നുന്നൊരു കാര്യം, ഈ വെർട്ടിക്കൽ ഫിസിക്കൽ ഇംബാലൻസ് ഓവർകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നമ്മളുടെ മൊത്തം ഡിവിസിബിൾ പൂളിൻ്റെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ റിസോഴ്സസിൽ നിന്നും അവർക്ക് ലഭിക്കുന്ന ടാക്സ് റവന്യൂവിൻ്റെ നിന്നും ടാക്സ് പിരിക്കാനുള്ള ചെലവും അതുപോലെ സെസ് സർചാർജ് തുടങ്ങിയ കാര്യങ്ങളെ ഒഴിവാക്കിയിട്ട് വരുന്നതാണ് ഡിവിസിബിൾ പൂൾ. ആ ഡിവിസിബിൾ പൂളിൻ്റെ 50% സംസ്ഥാനങ്ങൾക്ക് വിതരണം ചെയ്യണം എന്നുള്ളൊരാവശ്യം ഇപ്പം പല ഭാഗങ്ങളിൽ നിന്നായി ഉയർന്നു വരുന്നുണ്ട്. അത് വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെർട്ടിക്കൽ RBIയുടെ കണക്കുകൾ പ്രകാരം തന്നെ വെർട്ടിക്കൽ ഫിസിക്കൽ ഇംബാലൻസ് ഇല്ലാതാക്കണമെങ്കിൽ ഈ 50% ഏകദേശം 50%-ഓളം വിതരണം നടത്തിയാൽ മാത്രമേ അത് ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ആവശ്യം തീർച്ചയായിട്ടും ഇതിൽ ഉയർന്നു വരാം എന്നുള്ളതാണ്. അത് ഈ
ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന ആശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വളരെ റീസണബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കളക്റ്റീവായിട്ട് ഒത്തുചേർന്ന് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുക എന്ന് പറയുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. 15ാം ധനകാര്യ കമ്മീഷൻ്റെ സമയത്തൊന്നും ഇത്ര ഭീകരമായ ഒരു അവസ്ഥയിലേക്ക് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതി പോയിട്ടില്ല. കാരണം അതിന് ശേഷമാണ് കോവിഡിൻ്റെ പ്രശ്നങ്ങൾ വന്നത്, പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളും കാര്യങ്ങളും വന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ സമാന പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ബാക്കി സംസ്ഥാനങ്ങളിലും ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പം അവരെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് വളരെ റീസണബിൾ ആയിട്ടുള്ളൊരു ഡിമാൻഡ് നമുക്ക് മുന്നോട്ട് വയ്ക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എത്രത്തോളം ഇത്തരം ആവശ്യങ്ങൾ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഇപ്പോൾ ധനകാര്യ കമ്മീഷൻ എടുക്കുമ്പോൾ കുറച്ച് മുന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം, പ്രതിശീർഷ വരുമാനത്തിൽ കുറച്ച് മുന്നോക്കം നിൽക്കുന്ന സംസ്ഥാനം, മറ്റ് സാമൂഹ്യ സൂചികകളിലൊക്കെ മുന്നോക്കം നിൽക്കുന്നൊരു സംസ്ഥാനം, അപ്പോൾ മറ്റ് ചില സംസ്ഥാനങ്ങൾ കുറച്ച് പിന്നോക്കം നിൽക്കുന്നു. അപ്പോൾ ഈ ഒരു കമ്പാരിസൺ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വിഹിതം അനുവദിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ഇതിനെ മാറ്റുക എന്ന് പറയുന്നത് ഈ ഒരു പ്രത്യേകിച്ചും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് എന്നുള്ളതും കൂടെ നമ്മൾ പരിഗണിക്കണം. ഈ ഒരു ചിന്താഗതിയെ മാറ്റുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിരിക്കുമോ ഇപ്പോഴത്തെ ഒരു സാഹചര്യം? അല്ല, ഞാൻ പറയുന്നത് അത്തരത്തിലൊരു ഇപ്പോൾ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൊടുക്കണ്ട എന്നല്ല പറയുന്നത്. മറിച്ച് വിഹിതത്തിൻ്റെ വിതരണത്തിൽ തന്നെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഈ സെസ്സിൻ്റെയും സർചാർജിൻ്റെയൊക്കെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ഡിവിസിബിൾ പൂളിൽ വരുന്ന നികുതികളല്ല. കേന്ദ്ര ഗവൺമെൻറ് വളരെ 2014 ശേഷം പ്രത്യേകിച്ചും വളരെയധികം സെസ്സും സർചാർജും വർദ്ധിച്ചിട്ടുണ്ട്. ഏതാണ്ട് 22% മൊത്തം നികുതിയുടെ വരുന്നത് സെസ്സിൽ നിന്നും ഈ പറയുന്ന സർചാർജിൽ നിന്നുമാണ്. അപ്പം ഈവൻ കേന്ദ്ര ഗവൺമെൻറ് ചെയ്യുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നികുതിയിൽ, അതായത് സംസ്ഥാനങ്ങൾക്ക് വിൽപ്പന നികുതി പിരിക്കാൻ ഭരണഘടനാപരമായി അധികാരമുള്ളതാണ് വിൽപ്പന നികുതി എന്ന് പറയുന്നത്. ആ വിൽപ്പന നികുതിയുടെ ഒരു ഏരിയയിൽ പോലും എൻക്രോച്ച് ചെയ്തിട്ട് കേന്ദ്ര ഗവൺമെൻറ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ സർചാർജ് ചുമത്തുന്നുണ്ട്, സെസ് ചുമത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ സെസ്സിൻ്റെയും സർചാർജിൻ്റെയും ഒരു ആധിക്യം കാരണം ഏതാണ്ട് 8% 9% ഉണ്ടായിരുന്നത് 22% വർദ്ധിച്ചു. ഈ ഗവൺമെൻറ്റിൻ്റെ കഴിഞ്ഞ 2 ടേമിൽ ഉണ്ടായ വർധനവാണത്. അപ്പോൾ അതിൻ്റെ ആധിക്യം കാരണം ഈ മൊത്തം ഡിവിസിബിൾ പൂളിൻ്റെ ക്വാണ്ടിറ്റി തന്നെ കുറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ഷ്രിങ്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറയുന്നതിൻ്റെ അത് കുറയുന്ന സമയത്ത് ഈ ഡിവിഷനും കുറയുകയാണ്, സംസ്ഥാനങ്ങൾക്ക് ലഭിക്കുന്ന വിഹിതവും കുറയുകയാണ്. അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്കുള്ള വിഹിതം കുറച്ചിട്ട് മുന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കൊടുക്കണം എന്നല്ല. പിന്നോക്കം നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് അവരുടെ ഈ ഡെവല്യൂഷൻ ഫോർമുലയുടെ അടിസ്ഥാനത്തിലുള്ള വിഹിതം കൊടുക്കണം. പക്ഷേ സാമൂഹികമായി പുരോഗതി ആർജിച്ച സംസ്ഥാനങ്ങളുടെ സെക്കൻഡ് ജനറേഷൻ പ്രശ്നങ്ങളും കൂടെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ഇടപെടൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. സെസ് സർചാർജ് പോലെയുള്ള ഇത് പിരിക്കുന്നത് കുറയ്ക്കുകയും അത് ഡിവിസിബിൾ പൂളിനെ ഷ്രിങ്ക് ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് കേന്ദ്ര ഗവൺമെൻറ് പോകാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിനോടൊപ്പം നമ്മൾ സംസാരിക്കേണ്ട മറ്റൊരു കാര്യമാണ് സംസ്ഥാനങ്ങളുടെ ധനസ്ഥിതിയെക്കുറിച്ചുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ. ഇപ്പോൾ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, കർണാടക, തെലങ്കാന തുടങ്ങിയ സംസ്ഥാനങ്ങൾ, കേരളം അടക്കം പല സംസ്ഥാനങ്ങളും മിക്കവാറും ഒക്കെ ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമാണ്. ഇവരുടെയൊക്കെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി വളരെ ഗുരുതരമായ പ്രതിസന്ധി നേരിടുന്നു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. കേന്ദ്ര സർക്കാർ തന്നെ ഈ സംസ്ഥാന സർക്കാരുകളെ കുറ്റപ്പെടുത്തുന്നൊരു സാഹചര്യമുണ്ട്. ഈ സംസ്ഥാന സർക്കാരുകളൊക്കെ സാമൂഹ്യക്ഷേമത്തിന് വേണ്ടി കൂടുതൽ പണം ചെലവഴിക്കുന്നു, അല്ലെങ്കിൽ സൗജന്യങ്ങൾ നൽകാനായിട്ട് കൂടുതൽ പണം ചെലവഴിക്കുന്നു. ഇത് ഈ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ വലിയ ഗുരുതരാവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നു എന്ന വിമർശനം കേന്ദ്ര സർക്കാർ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്രീബീസാണ് ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ള മട്ടിലാണ് കേന്ദ്ര സർക്കാർ കുറ്റപ്പെടുന്നത്. അതിപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഹിമാചൽ പ്രദേശ് ഒരു ഉദാഹരണമായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിൽ സംസ്ഥാന സർക്കാർ ജീവനക്കാരുടെ ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലാണ് ഹിമാചൽ പ്രദേശ് ഉള്ളത്. കേരളത്തിൻ്റെ കാര്യത്തിലും ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട്. ഇപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ ശമ്പളം പോലും മുടങ്ങുമോ എന്നുള്ള ചോദ്യം കേരളത്തിൽ ഉയരുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക ആരോഗ്യത്തെക്കുറിച്ച് കൂടി നമുക്ക് ഒന്ന് സംസാരിക്കാം എന്ന് തോന്നുന്നു.
ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പല മെയിൻലി ഈ പ്രതിപക്ഷം ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ കാര്യത്തിലാണ് ഇത് വരുന്നത്. കേന്ദ്ര സർക്കാർ പറയുന്നത്, ഇപ്പോൾ കർണാടക എടുത്ത് നിൽക്കാം, നിങ്ങൾ ഇപ്പോൾ വൈദ്യുതിക്ക് സബ്സിഡി കൊടുക്കുന്നു, നിങ്ങൾ പെട്രോളിൻ്റെ വിൽപ്പന നികുതി കുറച്ചു, അതുപോലെ സ്ത്രീകൾക്ക് ബസ്സുകളിൽ സൗജന്യ യാത്ര ഏർപ്പെടുത്തി, അതുപോലെയുള്ള പല സൗജന്യങ്ങളും നിങ്ങൾ കൊടുത്തു. ഇതുകൊണ്ടാണ് നിങ്ങൾക്ക് സാമ്പത്തിക ക്രൈസിസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ വിമർശനം. ഹിമാചൽ പ്രദേശ് സർക്കാരിൻ്റെ കാര്യത്തിലും ഇതേ സമാനമായ വിമർശനം അവിടെയുണ്ട്. പഞ്ചാബ് സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നത് നിങ്ങൾ സൗജന്യമായി കൊടുക്കുന്ന വൈദ്യുതി അതിൻ്റെ കൺസ്യൂമേഴ്സിൻ്റെ എണ്ണം വളരെ കൂട്ടി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഒരു വിധത്തിൽ നോക്കിയാൽ ഈ ഫ്രീ ബീസ് ഒരു പ്രശ്നം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ പേരിൽ സംസ്ഥാനങ്ങളെങ്ങനെ വലിയ തോതിൽ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ കേന്ദ്ര സർക്കാരിന്? അത് ആരാണ് ഈ കുറ്റപ്പെടുത്തുന്നത് എന്ന് ആലോചിക്കണം. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഈ കുറ്റപ്പെടുത്തലൊക്കെ വരുന്നത് ധനകാര്യ കമ്മിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നിങ്ങൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണോ അല്ലയോ എന്ന് നോക്കുന്നത്, അല്ലെങ്കിൽ സർക്കാരുകൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണോ അല്ലയോ എന്ന് നോക്കുന്നത് കമ്മിയുടെ അടിസ്ഥാനത്തിലാണ്. കമ്മി കൂടുതലാണെങ്കിൽ നിങ്ങൾ വലിയ സാമ്പത്തിക കുഴപ്പത്തിലാണ് എന്നുള്ളതാണ് പ്രചരിപ്പിക്കുന്നത്. അതേസമയം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കമ്മി ഇപ്പോൾ ഈ ബഡ്ജറ്റിൽ പോലും 3.5 കുറയ്ക്കാൻ കേന്ദ്ര ഗവൺമെൻറ്റിന് സാധിച്ചിട്ടില്ല. ഇപ്പോഴും അത് 4%, 4.1% ഒക്കെയാണ്. അത് കുറേ കാലമായിട്ട് 5% നിന്നാണ് 5.8% നിന്നാണ് ഇങ്ങോട്ട് കുറഞ്ഞു വന്നത്. അപ്പോൾ ഈ പറയുന്ന ഒരു ധനകാര്യ അച്ചടക്കത്തിൻ്റെ ഭാഗമായിട്ട് കമ്മി നിയന്ത്രിക്കണം എന്ന് പറയുന്ന ആളുകൾ കേന്ദ്ര ഗവൺമെൻറ്റിന് തന്നെ അത് നിയന്ത്രിക്കാൻ സാധിച്ചിട്ടില്ല. എന്നിട്ടാണ് സംസ്ഥാനങ്ങളോട് അത് നിയന്ത്രിക്കാൻ പറയുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ കമ്മി ഒരു വലിയ പ്രശ്നമാണോ എന്നുള്ളതാണ്. കാരണം നമ്മൾക്കിപ്പോൾ ഒരു വരവും ചെലവും തമ്മിലുള്ള അന്തരം പരിഹരിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ചെലവ് കുറയ്ക്കാം, അല്ലെങ്കിൽ വരവ് വർദ്ധിപ്പിക്കാം. പക്ഷേ വരവ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ചർച്ച പോലും എയറിൽ വരാത്ത രീതിയിലാണ് ഈ പറയുന്ന ഒരു കമ്മി നിയന്ത്രിക്കണം എന്ന് പറയുന്ന ഒരു വലതുപക്ഷ യുക്തി വളരെ ശക്തമായിട്ട് ഒളിച്ചു കടത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതിൽ നമ്മളുടെ രാജ്യത്തെ ഇനിക്വാളിറ്റി പരിഹരിക്കുന്ന വിധത്തിൽ ഒരു വെൽത്ത് ടാക്സോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ടേൺ ഓവർ ടാക്സും കാര്യങ്ങളും ഉണ്ട്, ഒരു വെൽത്ത് ടാക്സോ അല്ലെങ്കിൽ ഒരു ഇൻഹെറിറ്റൻസ് ടാക്സോ ഇംപ്ലിമെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ 1%, 2% ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തന്നെ നമ്മളുടെ രാജ്യത്തെ സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളെ ചെലവ് ചെയ്യാൻ ആവശ്യമായ രീതിയിലുള്ള റിസോഴ്സ് മൊബിലൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ആ രീതിയിലുള്ള ചർച്ച ഒന്നും നടക്കുന്നില്ല ഒരു ഭാഗത്ത്. മറുഭാഗത്ത് ഈ ഫ്രീ ബീസ് കൊടുക്കുന്നത് ആർക്കാണ് ഫ്രീ ബീസ് എന്ന് പറയുന്ന സാധനം കൊടുക്കുന്ന ആർക്കാണെന്നുള്ളതാണ്. ഇപ്പോൾ കർഷകർക്ക് കൊടുക്കുന്നത് വലിയ പ്രശ്നമാണ്. അല്ലെങ്കിൽ വൈദ്യുതി കർഷകർക്ക് കൊടുക്കുന്ന വലിയ പ്രശ്നമാണ്. വളമോ അതുപോലെയുള്ള അഗ്രികൾച്ചറൽ ഇൻപുട്ടുകളോ ഫ്രീ ഓഫ് കോസ്റ്റിൽ ആളുകൾക്ക് കൊടുക്കുന്ന പ്രശ്നമാണ്. ഫുഡ് PDS വഴി കൊടുക്കുന്നത് പ്രശ്നമാണ്. അതേസമയം കോർപ്പറേറ്റുകളുടെ ടാക്സ് റേറ്റ് 22% വെട്ടിച്ചുറക്കുന്നത് പ്രശ്നമല്ല. അത് ഈ രാജ്യത്തൊരു ഫ്രീബി ആയിട്ട് കണക്കാക്കുന്നില്ല. അത് വലിയ പുരോഗമനാത്മകമായിട്ടുള്ള ഒരു സാമ്പത്തിക നടപടിയായിട്ട് കണക്കാക്കുന്നു. അതെങ്ങനെയാണ്? കോർപ്പറേറ്റുകൾ എടുത്ത കടം തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ ആ കടത്തിന് ഒരു ഇളവ് അവർക്ക് കൊടുക്കുന്നതിന് പ്രശ്നമില്ല. എന്നിട്ട് ഈ കോർപ്പറേറ്റുകൾ വലിയ രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് രാജ്യത്ത് കൊണ്ടുവരുന്നുമില്ല. അതൊരു സാമ്പത്തിക പ്രശ്നമല്ലാതായിരിക്കുകയും സാധാരണക്കാർക്ക് കൊടുക്കുന്ന സബ്സിഡി പോലെയുള്ള ഇനത്തിൽ ഈ സാമ്പത്തിക അച്ചടക്കത്തിൻ്റെ പേര് പറഞ്ഞ് ഒരു പക്കാ വലതുപക്ഷ ധനമൗലികവാദത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് അത് വെട്ടിച്ചുരുക്കുകയും ചെയ്യുന്നത് ഏത് തരം സാമ്പത്തിക യുക്തിയാണെന്നുള്ളതാണ് നമുക്ക് അന്വേഷിക്കാനുള്ളത്. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ സ്ത്രീകൾക്ക് യാത്ര സൗജന്യമാക്കുന്നു, അതുപോലെ നിശ്ചിത യൂണിറ്റ് വരെ വൈദ്യുതി എല്ലാ ആളുകൾക്കും സൗജന്യമായിട്ട് കൊടുക്കുന്നു. ഇങ്ങനെയുള്ള പല പ്രഖ്യാപനങ്ങളും ഒരു പരിധി വരെ ഒരു ഇലക്ട്രൽ പൊളിറ്റിക്സിൽ ജയിക്കാൻ ഉപയോഗിക്കുന്ന ചില തന്ത്രങ്ങളായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞപ്പോൾ തമിഴ്നാട് ഒരു കാലത്ത് ഇപ്പോൾ DMK ആണെങ്കിലും AIADMK ആണെങ്കിലും ഓരോ തെരഞ്ഞെടുപ്പിലും സൗജന്യങ്ങളുടെ ഒരു നീണ്ട ലിസ്റ്റ് അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താറുണ്ട്. പലപ്പോഴും അത് അധികാരത്തിൽ വന്ന പാർട്ടികൾ അത് നടപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്രവണത എത്രത്തോളം ഒരു സാമ്പത്തികമായി നമുക്ക് ഒരു സ്റ്റേറ്റിനെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫിസിക്കൽ ഹെൽത്തിനെ
മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ എത്രത്തോളം ദോഷകരമായി ബാധിക്കും എന്നുള്ളൊരു ചോദ്യമുണ്ട്. അല്ല, എൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നതല്ല ഒരു ഫിസ്ക്കൽ ഹെൽത്തിൻ്റെ ഏറ്റവും പ്രധാന മാനദണ്ഡം എന്നുള്ളതാണ്. ഫിസ്ക്കൽ ഡെഫിസിറ്റ് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഡിക്കേറ്ററായി മാറുന്നത് ഒരു ആഗോള ധനമൂലധനത്തിൻ്റെ പെർസ്പെക്റ്റീവിൽ മാത്രമാണ്. കാരണം ആഗോള മൂലധനത്തിന് ഫിസ്ക്കൽ ഡെഫിസിറ്റ് കൂടിയ രാജ്യങ്ങളിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ സാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് കുറച്ച് വെച്ച് കഴിഞ്ഞാൽ മാത്രമേ ആ രാജ്യങ്ങളിൽ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ, ആ രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി നല്ല രീതിയിൽ പോകുള്ളൂ എന്നുള്ളൊരു കാഴ്ചപ്പാട് ധനമൂലധനത്തിൻ്റെ രാജ്യങ്ങളുടെ അതിർത്തികൾ ഭേദിച്ചു പോകുന്ന ധനമൂലധനത്തിൻ്റെ ഒരു പെർസ്പെക്റ്റീവിലുള്ളൊരു കാര്യമാണ്. അതല്ല സാധാരണ ജനങ്ങൾ ആഗ്രഹിക്കുന്നത്, അതല്ല സാധാരണ ജനങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യേണ്ടത്. അപ്പം ഫ്രീ ബീസ് എന്നുള്ള പ്രയോഗം തന്നെ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇത് കൊടുക്കുന്നു എന്നുള്ളൊരു സാഹചര്യത്തിൽ ഈ പറയുന്ന ഫിസ്ക്കൽ ഹെൽത്തിനെ കാണുന്നത് തന്നെ ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത് നമ്മളുടെ രാജ്യത്ത് അങ്ങനെയുള്ളൊരു ഫിസ്ക്കൽ പോളിസി അല്ല ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്. ഫിസ്ക്കൽ ഡെഫിസിറ്റിനെ മാത്രം നോക്കിക്കൊണ്ട് ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫിസ്ക്കൽ ഹെൽത്തിനെ നിർണ്ണയിക്കുന്ന ഒരു ധനകാര്യ നയമല്ല നമ്മൾ ഫോളോ ചെയ്യേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. ഇത് പറയുമ്പോഴേ പക്ഷേ ഇത് എക്സിസ്റ്റ് ചെയ്യുന്നത് അങ്ങനത്തെ ഒരു പോളിസിയാണ്. കാരണം ഇപ്പോൾ ധന ഉത്തരവാദിത്വ നിയമം രാജ്യത്തുണ്ട്, എല്ലാ സ്റ്റേറ്റുകളും അത് പാസ്സാക്കിയിട്ടുണ്ട്. ഫിസ്ക്കൽ ഡെഫിസിറ്റിൻ്റെ പരിധി 3% നിജപ്പെടുത്തണം എന്ന് വ്യവസ്ഥ ചെയ്തിട്ടുണ്ട്. അതിന് പല കാലക്രമങ്ങൾ നിശ്ചയിച്ചു, ഇതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല, പക്ഷേ കാലക്രമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട്. സ്റ്റേറ്റുകളുടെ പുറത്ത് അത് വളരെ കർശനമായിട്ട് നടപ്പാക്കുന്ന കേന്ദ്ര സർക്കാർ അവരുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഏതാണ്ട് 4% മുകളിലായിട്ട്, ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 4% മുകളിലായിട്ട് നിലനിർത്തുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിസ്റ്റത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഹിമാചൽ പ്രദേശിൻ്റെ ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ, ഹിമാചൽ പ്രദേശിൽ അവിടുത്തെ പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നേരിടേണ്ടി വന്ന സംസ്ഥാനമാണ്. മറ്റ് ജനങ്ങൾക്ക് കൊടുക്കുന്ന സാമൂഹ്യക്ഷേമത്തിൻ്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങളുടെ ഭാഗമായിട്ട് ഒരുപാട് ബാധ്യതകൾ അവർക്കുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് അവരുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് 3.5%. നേരത്തെ 5% ഉണ്ടായിരുന്നു അവർക്ക്. പല ഈ ഭൂപ്രകൃതിയുടെ സവിശേഷതകളും ഈ പറയുന്ന പ്രകൃതി ദുരന്തങ്ങളും കോവിഡ് പോലെയുള്ള സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് അവർക്ക് 5% വരെ കടമെടുക്കാൻ, മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിന് 5% വരെ കടമെടുക്കാൻ അവർക്ക് അനുവാദം കൊടുത്തിരുന്നു. ഇപ്പോൾ അത് 3.5% കുറച്ചു. വളരെ കർശനമായിട്ട് 3% ആക്കണം എന്ന് പറയും. അപ്പോൾ അവർക്ക് കടമെടുക്കാനുള്ള അവസരം വലിയ തോതിൽ കുറഞ്ഞു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ, ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല, ചില മാസങ്ങളിൽ ജീവനക്കാരുടെ ശമ്പളം വൈകുന്നു, മന്ത്രിമാരുടെയും ഒക്കെ ശമ്പളം 2 മാസത്തേക്ക് വേണ്ട, ഇങ്ങനെയൊക്കെ പലതരത്തിലാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ കേരളത്തിലും ഇത് കാണുന്നുണ്ട്. കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നു കേരളത്തിന് അർഹമായ സാമ്പത്തിക സഹായം ലഭിക്കണം എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊരു നമ്മൾ നേരത്തെ സംസാരിച്ച ഫിനാൻസ് കമ്മീഷനുമായി റിലേറ്റ് ചെയ്ത സംഭവത്തിന് ഉപരിയായിട്ട് സംസ്ഥാനങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ട ഒരു സംഗതിയല്ല ഈ സിസ്റ്റം മാറ്റണം എന്നുള്ളത്. തീർച്ചയായിട്ടും ഈ സിസ്റ്റം മാറ്റണം എന്നല്ല, ഈ ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബഡ്ജറ്റ് മാനേജ്മെൻറ്റ് ആക്ട് തന്നെ യഥാർത്ഥത്തിൽ അത് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു റൂൾ ബേസ്ഡ് പോളിസി വരണം എന്നുള്ള ഉദ്ദേശത്തിലാണ്. അതായത് ഈ രാഷ്ട്രീയക്കാരെല്ലാം ഡിസ്ക്രീഷൻ അല്ല വേണ്ടത്, രാഷ്ട്രീയക്കാരെല്ലാം അവരുടെ തത്വദീക്ഷയ്ക്കനുസരിച്ച് തീരുമാനമെടുക്കും. അപ്പോൾ അത് ജനങ്ങളെ സഹായിക്കുന്ന രീതിയിലുള്ള തീരുമാനങ്ങളായി പോകും. അങ്ങനത്തെ തീരുമാനം അല്ല വേണ്ടത്, മറിച്ച് ഒരു റൂൾ ബേസ്ഡ് പോളിസി ആയിരിക്കണം എന്ന് പഴയ മിൽട്ടൺ ഫ്രീഡ്മാൻ പോലെയുള്ള സാമ്പത്തിക ശാസ്ത്രജ്ഞർ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു റൂളാണ് FRBM എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വരുമ്പം എല്ലാ കാലത്തും സ്ട്രെയിറ്റ് ജാക്കറ്റഡ് ആയിട്ടുള്ള റൂള് സംസ്ഥാനങ്ങളുടെ പുറത്തേക്ക് അടിച്ചേൽപ്പിക്കുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സ്വീകരിക്കുന്ന സമയത്ത് സംസ്ഥാനങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനില്ല, ചെലവ് നിയന്ത്രിച്ചുകൊണ്ട് മാത്രമേ, കാരണം അവരുടെ തനത് വിഭവ സമാഹരണ ശേഷി, പ്രത്യേകിച്ച് GSTയും കൂടെ വന്നൊരു സാഹചര്യത്തിൽ തനത് വിഭവ സമാഹരണ ശേഷി വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറഞ്ഞൊരു സാഹചര്യത്തിൽ അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ല, ചെലവ് നിയന്ത്രിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വളരെ സ്ട്രിഞ്ചൻ്റായിട്ട് ഈ FRBM ആക്ട് നടപ്പാക്കണമെന്നും അത് നടപ്പാക്കിയാൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളിൽ ഉള്ള സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകൂ എന്ന് പറയുകയും ചെയ്യുന്ന സമയത്ത് സംസ്ഥാനങ്ങൾക്ക് അതനുസരിച്ച് അവരുടെ ചെലവ് ചുരുക്കേണ്ടതായിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അപ്പോൾ അത് ആ ഒരു പെർസ്പെക്റ്റീവ് മാറി തന്നെ ചെയ്യണം. FRBM അല്ല, FRBM ആണ് ഈ അടുത്ത കാലത്ത് സാധാരണക്കാരായ ആളുകളിലേക്കുള്ള ഇപ്പം ഇതുപോലെയുള്ള MNREGA പോലെയുള്ള പദ്ധതികൾ വഴി ഒക്കെയുള്ള
ഡെവല്യൂഷന് സാധാരണക്കാർക്ക് ഗുണം ചെയ്യുന്ന എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികളുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ചെലവുകൾ കുറഞ്ഞിരിക്കുന്നത് FRBM പോലെയുള്ള ലെജിസ്ലേഷൻ്റെ ഭാഗമായിട്ടാണ്. ഇത് പറയുമ്പോഴേ ഇപ്പം ഇതിൻ്റെ വേറൊരു ആസ്പെക്റ്റിൽ പലപ്പോഴും പറയാറുള്ളത് ഇതിങ്ങനെ എന്താ പറയുക സാമ്പത്തിക അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ കടമെടുപ്പ് നിയന്ത്രിച്ചില്ലെങ്കിൽ ഈ ഫിസിക്കൽ ഡെഫിസിറ്റിൻ്റെ പരിധി കുറച്ച് വെച്ചില്ലെങ്കിൽ ഇത് ചെയ്തില്ലെങ്കിൽ വലിയ ക്രൈസിസിലേക്ക് ഈ സ്റ്റേറ്റുകളൊക്കെ പോകാൻ പോവുകയാണ് എന്നുള്ളൊരു ആർഗ്യുമെൻ്റ് ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ കേരളം ശ്രീലങ്കയുടെ പാതയിലാണ്. ശ്രീലങ്കയിൽ ഉണ്ടായതുപോലുള്ള സാമ്പത്തികമായ ഒരു ദുരവസ്ഥയിലേക്ക് കേരളം പോവുകയാണെന്നുള്ള വിമർശനം നമ്മൾ ഒരു വർഷം മുമ്പ് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഈ ഒരു ആർഗ്യുമെൻ്റ് അവിടെയുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യം ഉണ്ടാവില്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് നമ്മളുടെ പോലെയുള്ള രാജ്യങ്ങളിൽ വലിയൊരു പ്രശ്നമായി മാറാൻ എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ് വന്നു കഴിഞ്ഞാൽ മുമ്പത്തെ ഒരു കണ്ടീഷൻ അനുസരിച്ച് ഓട്ടോമാറ്റിക് മോണിറ്റൈസേഷൻ നിലനിന്നിരുന്ന കാലഘട്ടത്തിൽ ഫിസിക്കൽ ഡെഫിസിറ്റ് വന്നാൽ പൂർണ്ണമായിട്ട് തൊഴിലുള്ള ഒരു സമ്പദ് വ്യവസ്ഥയിൽ വിലക്കയറ്റം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിട്ട് പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മുടെ പോലെ ഒരു രാജ്യത്ത് പൂർണ്ണമായി തൊഴിൽ എന്ന് പറയുന്ന ഒരു സാഹചര്യം ആർജിക്കാൻ സാധിക്കാത്തൊരു രാജ്യത്ത് ഫിസിക്കൽ ഡെഫിസിറ്റ് വർദ്ധിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവില്ല. മറിച്ച് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് വർദ്ധിപ്പിച്ചുകൊണ്ട്, അതായത് ഗവൺമെൻറ്റുകളുടെ ആക്റ്റീവായിട്ടുള്ള ഫിസിക്കൽ പോളിസി നടപ്പിലാക്കിക്കൊണ്ട് രാജ്യത്തിനെ സമ്പദ് വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണം എന്ന് വാദിച്ചത് ജോൺ മേനർഡ് കെയ്ൻസ് ആണ്. അദ്ദേഹം വളരെ പ്രശസ്തനായ ഒരു വലതുപക്ഷ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അപ്പോൾ അദ്ദേഹം വാദിച്ചത് നമ്മുടെ രാജ്യത്ത് ഇന്ന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്രൈസിസ് എന്ന് പറയുന്നത് ഡിമാൻഡ് ക്രൈസിസ് ആണ്. പിന്നെ ഇപ്പോൾ പീരിയോഡിക് ലേബർ സർവേ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്, അതുപോലെ തന്നെ കൺസംഷൻ എക്സ്പെൻഡിച്ചർ റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതിലെല്ലാം കാണിക്കുന്നത് ഗ്രാമീണ മേഖലയിൽ തൊഴിലില്ലായ്മയും പിന്നെ വരുമാന ശോഷണവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ഡിമാൻഡ് ഡെഫിസിറ്റ്, ഉൽപ്പാദിപ്പിക്കപ്പെട്ട് വെച്ച സാധനങ്ങൾ വാങ്ങാൻ ആളില്ലാത്ത തരത്തിലൊരു ചോദന പ്രതിസന്ധി രാജ്യത്ത് നിലനിൽക്കുന്നുണ്ടെന്നാണ്. ഇതെങ്ങനെ പരിഹരിക്കും? ഇത് പരിഹരിക്കണമെങ്കിൽ ഗവൺമെൻറ് സ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഗവൺമെൻറ് അവരുടെ എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കണം. ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ വർദ്ധിപ്പിക്കൽ മാത്രമേ മൊത്തം ചോദനം വർദ്ധിപ്പിക്കാനുള്ള ഒരു നടപടിയായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് എക്സ്പോർട്ട് നമ്മൾ വിചാരിച്ചാൽ വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നതല്ല. ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയോ കാലമായിട്ട് ഈ പറയുന്ന കോർപ്പറേറ്റ് മേഖലയ്ക്ക് ഈ ഫ്രീ ബീസ് എന്ന് പറയുകയാണെങ്കിൽ അത് കൊടുത്ത ശേഷവും കോർപ്പറേറ്റ് മേഖലയിൽ നിന്ന് ഇൻവെസ്റ്റ്മെൻറ്റുകൾ വരുന്നില്ല. പിന്നെ അപ്പോൾ ആ രീതിയിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റില്ല. പിന്നെ കൺസംഷൻ വർദ്ധിക്കുന്നില്ല, ആളുകളുടെ കയ്യിൽ പണം ഇല്ലാത്തതുകൊണ്ട് കൺസംഷൻ വർദ്ധിക്കുന്നില്ല. അപ്പോൾ ആകെപ്പാടെ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് മാത്രമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ സ്പെൻഡിങ് വർദ്ധിപ്പിച്ചുകൊണ്ട് അത് പരിഹരിക്കാം, ഈ ചോദന പ്രതിസന്ധി നമുക്ക് പരിഹരിക്കാം. അതാണ് അതിൻ്റെ ഒരു മാർഗം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഫിസിക്കൽ ഡെഫിസിറ്റ് കണ്ടെയ്ൻ ചെയ്യണമെന്ന് പറയുന്ന ലെജിസ്ലേഷൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിനെ നിയന്ത്രിക്കുന്ന ഒരു വലതുപക്ഷ സാമ്പത്തിക യുക്തിയുടെ ഭാഗമായിട്ട് ഫിസിക്കൽ ഡെഫിസിറ്റ് എന്തോ വലിയൊരു പ്രോബ്ലമാണ് എന്നുള്ള രീതിയിൽ പ്രൊജക്റ്റ് ചെയ്യുകയാണ്. മറ്റൊന്ന് കടത്തിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഈ ശരിക്കും കടമെന്ന് പറയുന്നത് എന്തോ ഒരു വലിയ പ്രശ്നമാണെന്ന് വീണ്ടും ആ രീതിയിലൊരു കൺസ്ട്രക്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കേരളം വലിയ കടക്കണിയിലാണ്, ശ്രീലങ്കയുടെ അവസ്ഥയിലേക്ക് പോവുകയാണ് എന്നുള്ള രീതിയിലുള്ള പ്രചരണമൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഒരു സർക്കാരിൻ്റെ കടം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ കടം പോലെ അല്ലെന്നും രണ്ട് റാഷണലാണെന്നും ഉള്ളൊരു കാഴ്ചപ്പാട് ജനങ്ങളിലില്ല, അല്ലെങ്കിൽ ഇത് പ്രചരിപ്പിക്കുന്ന സംവിധാനങ്ങളിലില്ല എന്നുള്ളതാണ്. ഒരു വ്യക്തി കടം എടുത്തു കഴിഞ്ഞാൽ അയാൾ ഒരു തീർന്നു പോകുന്ന അല്ലെങ്കിൽ അവസാനിക്കുന്ന ഒരു എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ അയാൾ എടുത്ത കടം അയാൾ വീട്ടേണ്ടതായിട്ട് വരും. പക്ഷേ ഒരു സർക്കാർ തുടർന്നു പോകുന്ന ഒരു പെർപ്പച്വൽ എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ സർക്കാരുകൾ കടമെടുക്കുകയും വികസന പ്രവർത്തനം നടത്തുകയും വീണ്ടും കടമെടുക്കുകയും ചെയ്യുന്ന തുടർന്നു പോകുന്ന ഒരു സാഹചര്യത്തിൽ ഉള്ളൊരു സംവിധാനമാണ്. അപ്പം രണ്ട് റാഷണലാണ്. ഇവിടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക യുക്തി വെച്ചിട്ടാണ് സർക്കാരിൻ്റെ സാമ്പത്തിക യുക്തിയെ അളക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കടപ്പേടി ഒക്കെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൽ ഈ കാഴ്ചപ്പാടിൽ, സാമ്പത്തിക കാഴ്ചപ്പാടിൽ വ്യാപകമായ മാറ്റം ഈ രണ്ട് കാര്യങ്ങളിലും അത്യാവശ്യമായിട്ട് വരണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒന്ന്, ഈ കടം എന്നുള്ള കാണുന്ന സർക്കാരിൻ്റെ കടം എന്ന് പറയുന്നത് വ്യക്തികളുടെ കടം പോലെ അല്ല എന്ന് കാണണം. രണ്ട്, ഫിസിക്കൽ ഡെഫിസിറ്റ് ഒരു വലിയ സാമ്പത്തിക പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ
ഫിസിക്കൽ ഡെഫിസിറ്റ് വരുത്തിക്കൊണ്ട് തന്നെ സർക്കാരിൻ്റെ സ്പെൻഡിങ് വർദ്ധിപ്പിച്ച് ഗ്രാമീണ തലത്തിലും ഒക്കെ നിലനിൽക്കുന്ന ചോദന പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഗവൺമെൻറ് നടത്തേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു അവസാനമായിട്ടൊരു കാര്യം കൊണ്ട് ചോദിച്ചിട്ട്, ഈ നമ്മളുടെ ഇപ്പോഴത്തെ ഒരു പോളിസി മാർക്കറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പോളിസി, കമ്പോളാധിഷ്ഠിതമായിട്ടുള്ളൊരു ഫിസിക്കൽ പോളിസി അല്ലെങ്കിൽ ധനനയമാണ് നമ്മളുടെ കേന്ദ്ര സർക്കാർ കാലങ്ങളായിട്ട് പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. 1991 പോലോ ചിലപ്പോൾ അതിന് മുമ്പ് പോലോ ഒക്കെ അതിനകത്തേക്കുള്ള പാതയിലാണ്. ഇപ്പോൾ ഏതാണ്ട് പൂർണ്ണമായിട്ടും അതിലേക്ക് മാറിയിട്ടുണ്ട്. നമ്മൾ ഈ കമ്പോളത്തെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ധനനയം നമ്മൾ രൂപവൽക്കരിക്കുമ്പോൾ ഈ സ്പെൻഡിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമ്മൾ പലപ്പോഴും പറയാം മാർക്കറ്റിൽ പണം ഉണ്ടാവണം, ലിക്വിഡിറ്റി ഉണ്ടാവണം, ആളുകളുടെ കയ്യിൽ പണം ഉണ്ടാവണം, ആളുകൾ സ്പെൻഡ് ചെയ്യണം. ഇങ്ങനെയാണല്ലോ ഇത് റോൾ ചെയ്ത് ഇങ്ങനെ സജീവമാക്കി നിർത്തുക. അതിൽ നിന്നാണ് ഈ എന്താ പറയുക സമ്പദ് വ്യവസ്ഥ കൂടുതൽ മെച്ചപ്പെടുക എന്നുള്ളതാണ് ഒരു സിദ്ധാന്തം. ഈ സിദ്ധാന്തം ഒരു ഭാഗത്ത് നടപ്പാക്കാൻ ശ്രമിക്കുകയും മറുഭാഗത്ത് നമ്മളിങ്ങനെ സ്ട്രിക്റ്റായിട്ട് FRBM ആക്ട് വഴി ഇതിനെ ഇങ്ങനെ ഞെരുക്കി പിടിക്കുകയും ചെയ്തു. ഇതിലൊരു വൈരുദ്ധ്യമില്ലേ സത്യം പറഞ്ഞു? അല്ല, അത് യഥാർത്ഥത്തിൽ വൈരുദ്ധ്യമല്ല. അത് ഒരു കമ്പോളത്തിൽ മണി സർക്കുലേറ്റ് ചെയ്യണം, അങ്ങനെ കമ്പോളത്തെ പ്രതിസന്ധിയിൽ നിന്ന് കരകയറ്റണം എന്ന് പറയുന്നതൊരു കെയ്നീഷ്യൻ പേഴ്സ്പെക്റ്റീവാണ്. ആ കെയ്നീഷ്യൻ പേഴ്സ്പെക്റ്റീവ് കഴിഞ്ഞിട്ട് ഓസ്റ്റെരിറ്റി എന്ന് പറയുന്ന പുതിയ സംഭവം വന്നു കഴിഞ്ഞു. അതായത് അമിതമായിട്ട് കമ്പോളത്തിൽ പണം വരുന്നത് കൊണ്ടാണ് കമ്പോളത്തിൽ ഈ പറയുന്ന ഇൻഫ്ലേഷൻ പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ള ഒരു കാര്യം മുന്നോട്ട് വന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കമ്പോളത്തിലെ പണം നിയന്ത്രിക്കണം, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റൂൾ ബേസ്ഡ് പോളിസിയും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ അതൊരു വൈരുദ്ധ്യമല്ല. യഥാർത്ഥത്തിൽ സാമ്പത്തിക ശാസ്ത്രത്തിൽ വരുന്ന പുതിയ ആശയങ്ങളുടെ ഭാഗമായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന പോളിസിയിൽ നിന്നും ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്ന കാര്യമാണ്. ഒരു എക്സ്പാൻഷണറി സ്പെൻഡിങ്ങിന് പകരം ഓസ്റ്റെരിറ്റിയിലേക്ക് ഗവൺമെൻറ്റുകൾ പോകണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് വരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ്. ആ ഓസ്റ്റെരിറ്റിയുടെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന രീതിയിൽ സ്പെൻഡിങ് നിയന്ത്രിക്കണം, സർക്കാരുകൾ ധനകാര്യ അച്ചടക്കത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം, അതിൻ്റെ ഭാഗമായിട്ട് സ്പെൻഡിങ് നിയന്ത്രിക്കണം, സ്പെൻഡിങ് നിയന്ത്രിച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥ വലിയ ധനകാര്യ അച്ചടക്കമുള്ള നല്ല കുട്ടികളായിട്ട് സർക്കാരുകൾ പോകണം. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കോവിഡിൻ്റെ സമയത്ത് നമുക്കറിയാം സംസ്ഥാനങ്ങൾക്ക് 4% വരെ ഫിസിക്കൽ ഡെഫിസിറ്റ് ആകാൻ അനുമതി കേന്ദ്രം കൊടുത്തിട്ട് പോലും ഇന്ത്യയിലെ കേരളം ഒഴിച്ചുള്ള മിക്ക സംസ്ഥാനങ്ങളും അവർ 3.5% ധനക്കമ്മി നിജപ്പെടുത്താൻ വേണ്ടിയിട്ട് കോവിഡിന് ആവശ്യമായ സ്പെൻഡിങ് പോലും നടത്തിയില്ല. പല സംസ്ഥാനങ്ങളും അത് റവന്യൂ ജനറേറ്റിംഗ് ആയിട്ടുള്ള സെക്യൂരിറ്റികളിൽ നിക്ഷേപിക്കുക വരെ ചെയ്തു. അതേസമയം കേരളമാണ് ഇവിടെ 4% സ്പെൻഡിങ് ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ളൊരു ശ്രമം നടത്തിയ സംസ്ഥാനം കേരളമാണ്. അപ്പോൾ ആ രീതിയിൽ വലിയ രീതിയിൽ ഈ പറയുന്ന ഒരു വലതുപക്ഷ ധനമൗലികവാദത്തിനുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ആണ് ഈ ഓസ്റ്റെരിറ്റി മെഷേഴ്സ് വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവസാനമായിട്ട് ഒരു കാര്യം കൂടെ, ഈ FRBM ആക്ട് ഉണ്ടല്ലോ, അത് കോൺഗ്രസ് ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് 2003 മറ്റാണെന്ന് തോന്നുന്നു അത് കൊണ്ടുവരുന്നത്. ഈ പുതിയ സർക്കാർ 2014 അധികാരത്തിൽ വന്ന ഈ സർക്കാർ FRBM ആക്ടിനെ ഈ സംസ്ഥാനങ്ങളുടെ ഒരു സാമ്പത്തിക അധികാരം നിയന്ത്രിക്കാനും സംസ്ഥാനങ്ങളുടെ ഒരു ചെലവിടാനുള്ള സ്വാതന്ത്ര്യത്തെ പരിമിതപ്പെടുത്താനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അത് ഇപ്പം മാത്രമല്ല, ഈ ആക്ട് നിലവിൽ വന്നപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് തോമസ് ഐസക്കും പിനാകി ചക്രവർത്തിയും കൂടെ ഒരു EPWയിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ടുണ്ട് ഇതിനെ പറ്റി. അതിൽ അവർ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആശയം തന്നെ ഇത് സംസ്ഥാനങ്ങൾക്ക് മുകളിലുള്ള ഇവരുടെ നികുതി തനത് വിഭവ സമാഹരണ ശേഷി കുറവാണ്. ഇപ്പോൾ തന്നെ അവരുടെ മുകളിൽ കടന്നു കയറാനുള്ള ഒരു ഉപകരണമായിട്ട് ഇത് ഉപയോഗിക്കും എന്നുള്ളതാണ്. അത് ഇപ്പോൾ യാഥാർത്ഥ്യമായി കഴിഞ്ഞു. പ്രത്യേകിച്ച് GST നടപ്പിലാക്കിയതോടുകൂടി വലിയ രീതിയിൽ സംസ്ഥാനങ്ങളുടെ വിഭവ സമാഹരണ ശേഷി കുറഞ്ഞു. അത് കേന്ദ്ര ഗവൺമെൻറ് ആ അവസരത്തിലും സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വിഭവം കൊടുക്കുന്നതിന് പകരം അവരുടെ സ്പെൻഡിങ് പരമാവധി കുറയ്ക്കുന്നതിന് രീതിയിലുള്ളൊരു നടപടിയായിട്ട് FRBM ആക്ടിനെ ഉപയോഗിക്കുകയാണ്. പക്ഷേ ഈ ബഡ്ജറ്റിന് ശേഷം നടന്ന ഒരു പത്രസമ്മേളനത്തിൽ FRBM ആക്ടിൽ കാലോചിതമായ മാറ്റം കൊണ്ടുവരേണ്ടത് അനിവാര്യമാണ് ഒരു ബോധ്യമുള്ളതായിട്ട് ധനകാര്യ സെക്രട്ടറി പറയുന്നതായിട്ട് കേട്ടു. അത് എത്രത്തോളം പ്രാവർത്തികമായി ആകും എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. ധനകാര്യ കമ്മീഷൻ്റെ കാര്യത്തിലാണെങ്കിലും
FRBM ആക്ട് ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക അധികാരങ്ങളെ നിയന്ത്രിക്കുന്ന രീതിയിലാണെങ്കിലും ഒരു പുനരാലോചന ആവശ്യമായി വരുന്നൊരു ഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് കേരളവും മറ്റ് സംസ്ഥാനങ്ങളുമൊക്കെ. സംസ്ഥാനങ്ങളുടെ ഒരു ഫെഡറൽ ഭരണക്രമത്തിൽ സംസ്ഥാനങ്ങളുടെ അധികാരത്തിന് മേലുള്ള വലിയ കടന്നുകയറ്റം, സാമ്പത്തിക അധികാരങ്ങൾക്ക് മേലുള്ള വലിയ കടന്നുകയറ്റം നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുതയും കാണാതിരിക്കാൻ സാധിക്കില്ല. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.